കാസർഗോഡ് ബദിയടുക്കയിൽ മോഷണക്കേസ് ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. അടക്കമോഷണം ആരോപിച്ച ഡ്രൈവറായ ഏത്തടുക്ക സ്വദേശി അജിത് കുമാറിനെയാണ് പോലീസ് മർദ്ദിച്ചത്. യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജൂലൈ 2 ഏത്തടുക്കയിലെ ഇബ്രാഹിമിന്റെ ഗോഡൌണിൽ നിന്ന് ഉരിച്ച 215 കിലോ അടക്കം മോഷണം പോയിരുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഡ്രൈവറായ ഏത്തടുക്ക ആനപ്പള്ളയിലെ അജിത് കുമാറിനെ ബുധനാഴ്ച രാത്രി 7 മണിയോടെ പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അജിത്തിന്റേതാണെന്ന് കരുതിയായിരുന്നു പോലീസ് നീക്കം. കാറിൽ കയറിയ ഉടൻ പോലീസ് അടക്കമോഷ്ടിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അജിത്ത് നിഷേധിച്ചു. ഇതിനിടെ കുറ്റം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട് പോലീസ് മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കാറിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചുവെന്നും കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ലെന്നും അജിത് കുമാർ പറഞ്ഞു. ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ പറയുന്നില്ലെങ്കിൽ നിന്നെ നമ്മൾ FIR ഇട്ടിട്ട് നിന്നെ കോർട്ടിലേക്ക് അയക്കും, പിന്നെ നീ അവിടെ പോയിട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിൽ അയക്കോ, പക്ഷേ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ സമ്മതിക്കാൻ റെഡിയില്ല എന്ന് പറഞ്ഞു. ആ ഫുട്ടേജും എൻ്റെതല്ല, അതിലുള്ള ആളും ഞാനല്ല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടേ ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരെന്നിട്ടും കൂട്ടാക്കുന്നില്ല. അവരോട് ഞാൻ എൻ്റെ വാക്ക് ഞാൻ പറയാൻ പോകുമ്പോൾ അവരെന്നെ കാറിൻ്റെ ഉള്ളിൽ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ടില്ല, കാറ് പുറത്ത് വെച്ചിട്ട് അവർ എന്നെ അടിച്ചു, കവളത്തടിച്ച് ഇവിടത്തേക്ക് കോളർ പിടിച്ചിട്ട് രണ്ടാമത് അടിച്ചു. ഒരു പോലീസ്, ഫ്രണ്ടിലുള്ള പോലീസ് അടിച്ചിട്ട് പിന്നെ ബാക്കിലുള്ള പോലീസ് എന്താക്കി, ബാക്കിലുള്ള പോലീസും അടിച്ചു, എൻ്റെ മീത് അടിച്ചു. ഡ്രൈവർ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റേഷനിലെത്തിച്ച ശേഷം വസ്ത്രങ്ങളഴിച്ച് പോലീസ് പരിശോധിച്ചു. കുരുമുളക് സ്പ്രേ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവർ പറയുന്നത് വെച്ചെങ്കിൽ, നീ സമ്മതിച്ചാൽ നിന്നെ നമ്മൾ കോംപ്രമൈസ് ആക്കിയിട്ട് ഇടുന്ന് വിടാം എന്നല്ല എന്നോട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ സമ്മതിക്കില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു. അവരെന്തായാലും അവർ പെപ്പർ സ്പ്രേ എല്ലാം എടുത്തിട്ട് എന്നെ കാണിച്ചു ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് സ്പ്രേ എടുത്ത് കാണിച്ചാലും ഞാൻ എൻ്റെ വാക്ക് ഇത് തന്നെയെന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അവരോട് ഞാൻ വെള്ളം ചോദിച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ വെള്ളം വരെ എനിക്ക് കൊണ്ടുകൊടുത്തിട്ടില്ല. പിന്നീട് ഞാൻ സ്റ്റേഷന് എന്നെ വിടാനാകുമ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് വെള്ളം കുടിച്ചത്. 3 മണിക്കൂറിന് ശേഷം മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും ലഭിക്കാതായതോടെ രാത്രി 10 മണിയോടെ പോലീസ് സംഘം അജിത്തിനെ വീട്ടിലെത്തിക്കുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്നുള്ള ശാരീരിക അവശതകളെ തുടർന്ന് ചെങ്കളയിലെ EK നായനാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അജിത്ത്. എന്നാൽ യുവാവിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ബദിയടുക്ക പോലീസിന്റെ വിശദീകരണം. അതേസമയം അടക്കമോഷണ കേസിൽ യഥാർത്ഥ പ്രതികളായ 3 പേർ ബദിയടുക്ക പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.